അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 7ാം തരത്തിലേക്ക് പുതുതായി തയ്യാറാക്കിയ ഫിഖ്ഹിന്റെ 3ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. സ്വലാത്തു തസ്ബീഹി വൽ ഇസ്തിഖാറ, തസ്ബീഹി നിസ്കാരവും ഇസ്തിഖാറത്ത് നിസ്കാരവും. ഇതിൽ പറയുന്ന വിഷയം എന്താണ് തസ്ബീഹി നിസ്കാരം, എത്ര റകഅത്താണ്, എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്, ഏത് രൂപമാണ് അതിന്, അതുപോലെ ഇസ്തിഖാറത്ത് നിസ്കാരം എത്ര റകഅത്താണ്, എപ്പോഴാണ് എന്നിങ്ങനെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സ്വലാത്തു തസ്ബീഹി ഹിയ 4 റകഅത്തിൻ, തസ്ബീഹി നിസ്കാരം 4 റകഅത്താണ്. വതുസല്ലാ ബിതസ്ലീമത്തിൻ വാഹിദത്തിൻ ഔ ബിതസ്ലീമത്തൈനി, ഒരു സലാം കൊണ്ടോ 2 സലാം കൊണ്ടോ ആണ് നിസ്കരിക്കേണ്ടത്. വഫീഹ തസ്ബീഹുൻ ഖാസുൻ, അതിൽ പ്രത്യേകമായൊരു തസ്ബീഹ് ഉണ്ട്. ഹുവ, അത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അർത്ഥം പറയുന്നു, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതൊരു ഇലാഹ് ഇല്ല, വല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ഇനി നോക്കൂ, ഫളലു സ്വലാത്തു തസ്ബീഹി, തസ്ബീഹി നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, യാ അബ്ബാസ്, ഓ അബ്ബാസെ, യാ അമ്മ, ഓ പിതൃവ്യ, അലാ ഉഅതീക, താങ്കൾക്ക് ഞാൻ നൽകട്ടെയോ, അലാ അംനഹുക, താങ്കൾക്ക് ഞാൻ സമ്മാനമായി നൽകട്ടെയോ, അല ഉഖ്ബിറുക, താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അല അഫ്അലു ബിക 10 ഖിസാലിൻ, താങ്കളെ കൊണ്ട് 10 കാര്യങ്ങൾ ഞാൻ ചെയ്യിക്കട്ടെയോ, ഇദാ അൻത ഫഅൽത ദാലിക, നീ അത് ചെയ്യാണെങ്കിൽ ഗഫറല്ലാഹു ലക ദംബക, താങ്കളെ ദോഷം അല്ലാഹു പുറത്തു തരും, അവ്വലഹു വ ആഖിറഹു, ആദ്യത്തേതും അവസാനത്തേതും, ഖദീമഹു വ ഹദീസഹു, പഴയതും പുതിയതും, ഖതഅഹു വ അംദഹു, പിഴച്ചു ചെയ്തതും മനഃപൂർവ്വം ചെയ്തതും, സഗീറഹു വ കബീറഹു, ചെറിയതും വലിയതും, സിർറഹു വ അലാനിയതഹു, രഹസ്യവും പരസ്യമായി ചെയ്തതും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. സുമ്മ ദകറ ലഹു സ്വലാത്ത തസ്ബീഹ്, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് തസ്ബീഹ് നിസ്കാരമാണ്. ഈ തസ്ബീഹ് നിസ്കാരം ചെയ്താൽ മുഴുവൻ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും എന്നാണ് അർത്ഥം. അബൂ ദാവൂദ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്ന് നോക്കൂ, തുസ്തഹബ്ബു സ്വലാത്തു തസ്ബീഹി, തസ്ബീഹ് നിസ്കാരം സുന്നത്താണ്. ഫീ കുല്ലി വഖ്തിൻ ഗൈരിൽ ഔഖാത്തിൽ മക്റൂഹത്തി, നിസ്കരിക്കൽ കറാഹത്തല്ലാത്ത മുഴുവൻ സമയത്തും തസ്ബീഹ് നിസ്കാരം സുന്നത്താണ്. വഅൻ തുസല്ല കുല്ല യൗമിൻ ഔ കുല്ല ലൈലത്തിൻ, അവൻ എല്ലാ പകലും അതല്ലെങ്കിൽ എല്ലാ രാത്രിയും നിസ്കരിക്കണം. ഔ മറത്തൻ ഫിൽ ഉസ്ബൂഇ, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം നിസ്കരിക്കണം. ഔ ഫിശ്ശഹരി, അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടം. ഔ ഫിസ്സനത്ത്, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു വട്ടം. ഔ മറത്തൻ ഫിൽ ഉമരി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം. മഹല്ലു തസ്ബീഹ് ഫീ കുല്ലി റകഅത്തി, ഓരോ റകഅത്തിന്റെയും തസ്ബീഹിന്റെ സ്ഥാനം പ്രത്യേകമായ നിസ്കാരമാണ്. ധാരാളം തസ്ബീഹ് ചെല്ലേണ്ടതുണ്ട്. അല്ല, അത് എണ്ണാണ് 2ാമത്തെ കൊളത്തിൽ കൊടുത്തിട്ടുള്ളത്. ബഅദൽ ഫാത്തിഹത്തി വസ്സൂറത്തി, ഫാത്തിഹയുടെയും സൂറത്തിന്റെയും ശേഷം അല്ല, അതത് 15 വട്ടാണ് തസ്ബീഹ് ചെല്ലേണ്ടത്. ഈ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, തസ്ബീഹ് എത്ര വട്ടാണ്? 15 വട്ടം. ഫിർ റുകൂഇ, റുകൂഇൽ 10 വട്ടം. ഫിൽ ഇഅ്തിദാൽ, ഇഅ്തിദാലിൽ 10. ഫിസ് സജദത്തിൽ ഊല, 1ാമത്തെ സുജൂദിൽ 10. ബൈന സജദതൈനി, 2 സുജൂദ് ഇടയിൽ 10. ഫിസ് സജദത്തിൽ സാനിയ, 2ാമത്തെ സുജൂദിൽ 10. ഫി ജിൽസത്തിൽ ഇസ്തിറാഹത്തി വ ഖബ്ല തശഹുദി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും അത്തഹിയാത്തിന്റെ മുമ്പും എത്രയാണ്? 10 വട്ടം. അത്തഹിയാത്തില്ലാത്ത ഇരുത്തത്തില് ഇസ്തിറാഹത്തിന്റെ ഇരുത്തിരിക്കുക, അപ്പൊ അതിൽ 10. അത്തഹിയാത്തിലാണെങ്കിൽ അത്തഹിയാത്തിന് മുമ്പ് 10 വട്ടം. നെക്സ്റ്റ് പേജ്. യകൂനു മജ്മൂഉ തസ്ബീഹാത്ത് ഫീ കുല്ലി റകഅത്തിൻ 75, ഓരോ റകഅത്തിലും തസ്ബീഹിന്റെ എണ്ണം 75 തസ്ബീഹാണ്. വഫീ കുല്ലി വഫീ 4 റകഅത്തിൻ 300 തസ്ബീഹ, 4 റകഅത്തിലും കൂടെ 300 തസ്ബീഹാണ് ചൊല്ലേണ്ടത്.
ഇനി സ്വലാത്തുൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്ത് നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. നന്മ തേടുന്ന നിസ്കാരം എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ സ്വലാത്തുൻ തുസല്ല ഇദാ ഹമ്മ ബി അംരിൻ, ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. പക്ഷേ വലം യാരിഫ് ആഖിബത്തുഹു, അതിന്റെ അന്തിമ പരിണാമം അവൻ അറിയില്ല, എങ്കിലാണ് നിസ്കരിക്കേണ്ടത്. വഹിയ റകഅതാനി, അത് 2 റകഅത്താണ്. യഖറഉ ഫി റകഅത്തിൽ ഊല സൂറത്തുൽ കാഫിറൂൻ, ഒന്നാമത്തെ റകഅത്തിൽ കാഫിറൂൻ സൂറത്തും, വഫി സാനിയത്തി സൂറത്തുൽ ഇഖ്ലാസ്, രണ്ടാമത്തെ റകഅത്തിൽ ഇഖ്ലാസ് സൂറത്തുമാണ് ഓതേണ്ടത്. സുമ്മ യദ്ഉ ബിദുആഇൽ ഇസ്തിഖാറത്തി ബഅദ തസ്ലീം, പിന്നീട് സലാം വീട്ടിയതിന് ശേഷം ഇസ്തിഖാറത്തിന്റെ ദുആ കൊണ്ട് ദുആ ചെയ്യണം. നന്മയെ തേടുന്ന പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കണം എന്നർത്ഥം. ഇനി നമുക്ക് ദരീബാത്ത് വായിക്കാം. ബയ്യൻ, വിശദീകരിക്കുക. 1. അദദ് റകഅത്തി സ്വലാത്ത് തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരത്തിന്റെ എണ്ണം എത്ര? 4 റകഅത്ത്, 4 റകഅത്താണ്. ചോദ്യം 2. ഫളല് സ്വലാത്ത് തസ്ബീഹി കമാ വറദ ഫിൽ ഹദീസ് ശരീഫ്, ഹദീസിൽ വന്ന തസ്ബീഹ് നിസ്കാരത്തിന്റെ മഹത്വം എന്താണ്? ചോദ്യം. ഉത്തരം ഗഫറല്ലാഹു ദംബഹു അവ്വലഹു വആഖിറഹു ഖതഅഹു വഅംദഹു, ആദ്യത്തേതും അവസാനത്തേതും പിഴച്ചു ചെയ്തതും മനഃപൂർവ്വം ചെയ്ത എല്ലാ കാര്യങ്ങളും. ചോദ്യം 3. അദദു തസ്ബീഹ് ഫി റകഅത്തിൽ വാഹിദ, ഒന്നാം റകഅത്തിൽ തസ്ബീഹിന്റെ എണ്ണം എത്രയാണ്? 75 തസ്ബീഹ്. 4ാമത്തെ ചോദ്യം. മതാ യുസല്ലൽ മുസ്ലിമു സ്വലാത്തുൽ ഇസ്തിഖാറ, എപ്പോഴാണ് ഒരു മുസ്ലിം ഇസ്തിഖാറത്തിന് നിസ്കാരം നിസ്കരിക്കേണ്ടത്? ഉത്തരം ഇദാ ഹമ്മ ബി അംരിൻ വലം യാരിഫ് ആഖിബതഹു, ഒരു കാര്യം ഉദ്ദേശിച്ചു അതിന്റെ അന്തിമ പരിണാമം അറിയാതിരിക്കുമ്പോൾ. ഇനി ഇഖ്തരി സ്വഹീഹ, ശരി തെരഞ്ഞെടുക്കാം. 1. നഖറഉ ഫി റകഅത്തിൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിന്റെ 2 റകഅത്തിൽ പാരായണം ചെയ്യേണ്ടത് അൽ ഇഖ്ലാസ് ഉമ്മൽ മസദ്, ഇഖ്ലാസ് മസദ് സൂറത്ത്, തബ്ബത്ത് സൂറത്ത് അതല്ല. അൽ ഫാത്തിഹ ഫഖത്ത്, ഫാത്തിഹ മാത്രം അതുമല്ല. പിന്നെ ഏതാണ് ഉത്തരം? അൽ കാഫിറൂന സുമ്മൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ പിന്നീട് ഇഖ്ലാസ് സൂറത്ത്. 2ാമത്തത് ദുആഉൽ ഇസ്തിഖാറത്തി യകൂനു, ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? ഖബല റുകൂഅ, റുകൂഇന് മുമ്പ് അല്ല. ബഅദ തസ്ലീമി, സലാമിന് ശേഷം, അതാണ് ഉത്തരം. ശരി. ഫിസ് സുജൂദ്, സുജൂദുമല്ല. ഇനി നോക്കൂ, അടുത്ത 3ാമത്തെ വർക്ക്. ലാ അലാമത്തൻ, ശരിയെ തെറ്റ് അടയാളപ്പെടുത്താം. 1. തുസ്തഹബ്ബു സ്വലാത്തു തസ്ബീഹ് ഫീ കുല്ലി വഖ്തിൻ ബിലിസ്തിസ്നാഇൻ, എല്ലാ സമയത്തും, ഒരു മാറ്റിവെക്കാത്ത മുഴുവൻ സമയത്തും തസ്ബീഹ് നിസ്കാരം സുന്നത്താണ് എന്നുള്ള തെറ്റാണ്. കാരണം എന്താ? കറാഹത്തുള്ള സമയം മാറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കറാഹത്തുള്ള സമയം ഒഴികെയുള്ള എല്ലാ സമയത്തുമാണ് തസ്ബീഹ് നിസ്കാരം സുന്നത്ത്. അപ്പോൾ തെറ്റാണ്. 2ാമത്തത് സ്വലാത്തു തസ്ബീഹി തകൂനു 4 റകഅത്തിൻ ഫഖത്ത്, തസ്ബീഹ് നിസ്കാരം 4 റകഅത്ത് മാത്രം. ശരിയാണ്. 3ാമത്തത് റകഅത്ത് സ്വലാത്തു തസ്ബീഹി ലാ തഹ്തവി അലാ അയ്യ തസ്ബീഹാത്തിൻ, തസ്ബീഹ് നിസ്കാരത്തിന് ഏത് തസ്ബീഹും ചെയ്യാം എന്നുള്ള തെറ്റാണ്. പ്രത്യേകമായ തസ്ബീഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് ചെയ്യേണ്ടത്. അപ്പോ 1ാമത്തേത് 3ാമത്തെയും തെറ്റാണ്. 2ാമത്തെ മാത്രമേ എന്തുള്ളൂ? ശരിയുള്ളൂ. ഇനി അപ്പുറത്തെ പേജിൽ കമ്മിൽ പൂരിപ്പിക്കാം. 1. അദ തസ്ബീഹാത്തി ബഅദൽ ഫാത്തിഹത്തി വസ്സൂറത്തി ഫീ സ്വലാത്ത് തസ്ബീഹി വ 15 ആണ് ഉത്തരം. അതാണ് പൂരിപ്പിക്കേണ്ടത്. തസ്ബീഹ് നിസ്കാരത്തിൽ ഫാത്തിഹയുടെയും സൂറത്തിന്റെയും ശേഷം എത്ര എണ്ണാണ് ചെല്ലേണ്ടത്? 15. 2ാമത്തത് യുസബ്ബിഹു ഫി റുകൂഇ മിൻ സ്വലാത്ത് തസ്ബീഹ് 10 തസ്ബീഹാത്ത്, തസ്ബീഹ് നിസ്കാരത്തിൽ റുകൂഇല് എത്ര തസ്ബീഹുണ്ട്? 10. 3. നഖറഉ ഫി റകഅത്തിൽ ഊല മിൻ സ്വലാത്തിൽ ഇസ്തിഖാറ സൂറത്തുൽ കാഫിറൂൻ, ഇസ്തിഖാറത്ത് നിസ്കാരത്തിൽ 1ാമത്തെ റകഅത്തിൽ പാരായണം ചെയ്യേണ്ട സൂറത്താ? സൂറത്തുൽ കാഫിറൂൻ. 4. അത്തസ്ബീഹ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, തസ്ബീഹാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി അന്നശാതു തത്ബീഖി, പ്രായോഗിക പ്രവർത്തനം എന്താണ് ചോദിച്ചിട്ടുള്ളത്? 1. ഉക്തുബ് മൗഖിഫൻ ഫി ഹയാതിക തഹ്താജ് ഫീഹി ഇലാ സ്വലാത്തിൽ ഇസ്തിഖാറ, നിന്റെ ജീവിതത്തിൽ ഇസ്തിഖാറത്തിന് നിസ്കാരം ആവശ്യമായ ഘട്ടം എഴുതുക എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ എഴുതിയാൽ മതി. 2ാമത്തത് ഇഹ്ഫൽ ഹദീസ് ഫളി സ്വലാത്ത് തസ്ബീഹി സുമ്മ അക്തുബ് മിൻഹു സത്റൻ ഫീ ദഫ്തരിക,
തസ്ബീഹ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകുറിച്ചുള്ള ഹദീസ് വായിച്ചിട്ട് അതിനെ കുറിച്ച് നിന്റെ നോട്ട് ബുക്കിൽ എഴുതാനാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.